എന്തൊക്കെ ചെയ്തിട്ടും കുറേശ്ശെ ഒരു മെനയാണല്ലോ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ആലേട്ടൻ, പക്ഷെ ഒരു താടാ കുറേശ്ശി ചുമ്മാ ആവശ്യമില്ലാതെ കുറെ തേങ്ങ. അതായത് അടുത്ത മമ്മൂക്കയുടെ പടം ഇറങ്ങാൻ വേണം ബസ് നോക്കുക. അതിലും കുറെ നെഗറ്റീവ് ഓളികൾ ഒഞ്ഞു വാ പറയാനായിട്ട്. അയാളെ പറയാനുണ്ടോ? നിന്റെ ആക്കാണ്ടല്ലേ ഇതിന്റെ തുമ്പ് ഞാൻ വെട്ടിയെടുക്കും. നിന്റെ ആക്കാണ്ടല്ലേ ഇതിന്റെ തുമ്പ് ഞാൻ വെട്ടിയെടുക്കും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. പിന്നെ എൻപുരം സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അശ്വന്ത് പോക്ക് മലയക്കോട്ട ബാലിബനൊക്കെ വന്നപ്പോഴത്തേക്ക് അവൻ കഴുത്തിലെ കൂടെയൊക്കെ യന്ത്ര തേങ്ങയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഉണ്ടാക്കുമായിരുന്നു. അതെ, അതങ്ങനെ തന്നെ വേണമല്ലോ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഡേ അശ്വന്ത് പോക്ക് അതിൻ്റെ അടുത്തുള്ള കാര്യം പറയാണ്. നീ പടത്തിൻ്റെ ശരിക്കുള്ള റിവ്യൂ പറയുന്നതാണ് നിന്റെ വിചാരം. അല്ല ഞാനൊരു കാര്യം, നീ മലയാളത്തിലെ മഹാനടനെ നീ ആവശ്യമില്ലാത്ത പറയാൻ നീ ആരടാ? നീ ആര്? നിനക്ക് ഞാൻ ആരാണെന്നറിയാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. നീ ആര്? നിനക്ക് ഇത് പറഞ്ഞത് നിനക്ക് എന്ത് കിട്ടി? നിനക്ക് ഒന്നും കിട്ടിയാന്നൂല്ലല്ലോ. എനിക്കിഷ്ടമല്ല സത്യനെ. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അയാളെ മൈൻഡ് ചെയ്യണ്ട, അപ്പൊ തീർന്നില്ലേ? മലയാളത്തിലെ മഹാനടനെ നീ ആവശ്യമില്ലാത്ത പറയാൻ നീ ആരടാ? അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ മലയാളത്തിലെ മഹാനടനാണ് എന്നും പറഞ്ഞാൽ നിനക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് ആര് പറഞ്ഞ? നിനക്ക് പടം ഇഷ്ടപ്പെട്ട് നീ ചുമ്മാ ഇരുന്നൊന്ന് ആർക്കാ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയേണ്ട കാര്യം എന്തോന്ന്? എനിക്ക് വായി തോന്നുന്ന ക്യാമറ പറഞ്ഞോ, പറയേണ്ട നേരം പറഞ്ഞില്ലല്ലോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. അതിന്റെ ആവശ്യം. അതുപോലെ തന്നെ അതിന്റെ വിക്കിത്തൊക്കെ ബ്രോ നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ വിക്കിത്തൊക്കെ ബ്രോ നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതാണ്. ആവശ്യമില്ലാതെ ലാലേട്ടന്റെ പടം എടുത്ത് നിങ്ങൾ ഊക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. നിങ്ങളെ ചാനലും കൂടെ പൂട്ടിപ്പോവും. അത് ആര് പറയണമെന്ന് ആദ്യം മനസ്സിലായല്ലോ. ഭരണകക്ഷിയുടെ ആളാ, ഞാൻ വിചാരിച്ചതിന് ജോലി തീർപ്പിക്കാൻ പറ്റും, അറിയോ? പൂട്ടിപ്പോവും. അത് ആര് പറയണമെന്ന് ആദ്യം മനസ്സിലായല്ലതാ. കണ്ടല്ലേ, കരിനാക്കാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ അശ്വന്ത് നോക്കാനായിട്ട് ഞാൻ പറയാണ്, ശാപമാണ്. ചില എനിക്ക് നിങ്ങൾ ആരും കുറ്റം പറയണമെന്ന് ആഗ്രഹമില്ല. നിൻ്റെയൊക്കെ ചാനലിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നീയൊക്കെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ വാക്കും കേട്ട് നിന്ന് ആവശ്യമില്ലാത്ത റിവ്യൂ പറയേ, ചുമ്മാ ആവശ്യമില്ലാത്ത നെഗറ്റീവ് പറയല്ലേ. നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെയൊക്കെ രണ്ടെണ്ണത്തിന്റെ ചാനലിൽ റീച്ച് കുറയും. ഇത് ഞാനാണ് പറയണത്. ഇത് ഞാനാണ് പറയണത്. വേണമെങ്കിൽ എഴുതി വെച്ചു. കാണാടാ